ഗൈസ്, അപ്പോൾ എല്ലാവരും ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ വരെ എത്തി. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി കേട്ടോ. അത്തകളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിൻസനാണ് ഇത്തവണ അത്തകളത്തിന്റെ മേധാവിയായിട്ട് കയറിയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, അയാൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ആ ടൈമിൽ ഓണസദ്യയുടെ പ്രിപ്പറേഷനിലായിരിക്കും. ചോറ്, 2 തരം പച്ചടി, കട്ടിപ്പരിപ്പ്, പിന്നെ അവിയൽ, സാമ്പാർ, നമ്മുടെ പായസം, പിന്നെ ഉള്ളിക്കറി, ഇഞ്ചിക്കറി അപ്പുറത്ത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം അത് മമ്മിയുടെ സ്പെഷ്യലാണ്, വിത്ത് പപ്പടമായിട്ടെ. അപ്പോൾ നമ്മൾ തറവാട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയത്. ആയിരിക്കുന്നതാണ് ഡാഡി, ഇപ്പുറത്തിരിക്കുന്നതാണ് മമ്മി. ഇവരാരും ഇന്ന് വരെ എൻ്റെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല. ആയിരിക്കുന്നത് ലിൻസിൻ്റെ അനിയനാണ്. പിന്നെ കുഞ്ഞുവാവ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കഴിച്ചു. ഇതിൽ 1-2 പേരൊക്കെ പുറത്താണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വർക്ക് ബേസ്ഡ് ആയിട്ട് പുറത്ത് പോയിരിക്കുന്ന ആളുകളാണ്. അവരാരും തന്നെ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും പേര് കൂടി കൂട്ടിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം. നമുക്ക് എല്ലാ അംഗങ്ങളും കൂടി കൂടിയിട്ട് എല്ലാനാളും കൂടിയാണ് ഒന്ന് ഓണാഘോഷിക്കാൻ പറ്റാറ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പേരെ ഇക്കൊല്ലത്തെ ഓണത്തിൽ നമുക്കുള്ളൂ. പിന്നെ ഇക്കൊല്ലത്തെ ഓണത്തിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് ആയിരിക്കുന്ന കടുകാണ് കുഞ്ഞുവാവ. അവൾ ഇരുന്ന് കഴിക്കാൻ പ്രായമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. സോ അവളുടെ ചിരിയും കളിയും കാണാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ ഇങ്ങനെ ഒരു കുഞ്ഞു സദ്യവട്ടം ഇവിടെ ഒരുക്കി ചേർത്തിരിക്കുന്നത്. പിന്നെ ഇക്കൊല്ലം കറികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. കാരണം ഞാൻ ഇക്കൊല്ലം 2 തരം പച്ചടി വെച്ചിട്ടുണ്ട്. ഈ വർഷമാണ് ഞാൻ പച്ചടി വെക്കാൻ വേണ്ടി പഠിച്ചത്. അതും എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ. എനിക്കതൊന്നും അറിയാൻ വയ്യാത്ത കാര്യമാണ്. സോ ഞാൻ ബീട്രൂട്ട് പച്ചടിയും വെച്ചു, കുമ്പളങ്ങ പച്ചടിയും വെച്ചു. സംഭവം കുമ്പളങ്ങ പച്ചടി വെക്കത്തില്ലായിരുന്നു, എങ്കിലും പച്ചടിക്ക് അരച്ച അരപ്പ് കൂടി പോയതുകൊണ്ടിട്ട് കുമ്പളങ്ങയും കൂടി ഒരു പച്ചടിയാക്കി. അതോടെ 2 തരം കറി കിട്ടിയില്ലേ. അങ്ങനെ പച്ചടി വന്നു, പപ്പടം വന്നു, അവിയൽ വന്നു. നമ്മുടെ കുഞ്ഞിരാമായണ സിനിമയിൽ ബിജുമേനൻ പറയുന്നത് പോലെ കാളം വന്നു, ഓലം വന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും എത്തിച്ചേർന്ന് ഇലയിൽ എല്ലാ സാധനങ്ങളും വിളമ്പിയതിന് ശേഷം ലിൻസനും വന്നിരുന്നു. ഞങ്ങൾ നല്ലൊരു ഓണസദ്യ അങ്ങോട്ട് ഉണ്ട്. ലിൻസനാണെങ്കിൽ ഇരുന്നിട്ട് ഈ മുണ്ടൊന്നും മര്യാദക്ക് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം ഫുഡ് ഫ്രണ്ടിൽ ഇരിക്കുന്നേ, വിശന്നിട്ട് വയ്യ, ആൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫുഡ് അടി അതിൻ്റെ ഇടയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പപ്പടം ഒരെണ്ണം ഇട്ട് കൊടുത്ത് അവൾ പൊടിപ്പിച്ച്, അവളെ കൊണ്ട് തന്നെ പൊടിച്ച് പായസം ഇട്ടിട്ട് അവൾ ആ പായസം നുണയുന്ന സീനാണ് കാണുന്നത് കേട്ടോ. എന്തോ വലിയ ആരോ ഇരിക്കുന്ന പോലെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കുക ആൾ. പിന്നെ നമ്മുടെ മക്കളാരും വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഓർമ്മകളൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ട് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ഇടാൻ കാരണം, സാധാരണ എല്ലാ കൊല്ലം ഓണത്തിന് വീഡിയോ എടുക്കുമെങ്കിലും ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ മിക്കപ്പോഴും ഇടാറില്ല. പക്ഷേ ഈ വീഡിയോ എനിക്കിന്ന് ഇടണമെന്ന് തോന്നി. കാരണം എൻ്റെ കുഞ്ഞുമോളെ എനിക്ക് കുഞ്ഞായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെയല്ലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും വക 2026 ഒരു ഹാപ്പി ഓണം കൂടി കാച്ചിയിട്ട് ഞങ്ങളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സമാധാനമായിട്ട് ഈ ഫുഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പായസമൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ലൈഫ് ഇതേപോലെ തന്നെ മുമ്പോട്ട് സന്തോഷമുള്ളതായിട്ട് തന്നെ പോട്ടെ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.